ഗൾഫ് മേഖലയിൽ നിർത്തിവെച്ച SSLC പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാൻ തീരുമാനം. മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. വിവരങ്ങളുമായി ഇപ്പോൾ നൗഫൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. നൗഫൽ, നമുക്ക് മനസ്സിലാക്കാവുന്നത് ഗൾഫ്, അതായത് പശ്ചിമേഷ്യ സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണല്ലോ SSLC പരീക്ഷ നിർത്തിവെച്ചത്. ഏതായാലും ഇനിയിപ്പോൾ അവിടെ ശാന്തിയുടെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, സമാധാനം വന്നിട്ടുണ്ട് താൽക്കാലികമായെങ്കിലും. സ്വാഭാവികമായും പരീക്ഷ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി മാത്രം മതിയോ? എന്താണ് സർക്കാർ പറയുന്നത്? തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിൽ SSLC+2 പരീക്ഷ ഉൾപ്പെടെ കഴിഞ്ഞെങ്കിലും ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വിദ്യാർത്ഥികൾ ഏറെ ആശങ്കയിൽ തന്നെയായിരുന്നു. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ സർക്കാരിനും മന്ത്രിക്കും ഇതിലൊരു ഇടപെടൽ നടത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ യുദ്ധത്തിന് ഏറെക്കുറെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെക്കുറെ ഒരു അവസാനം എന്ന നിലയിലേക്ക് സാഹചര്യം മാറുന്നതോടുകൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അല്ലെങ്കിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. യുദ്ധ സാഹചര്യത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ച പരീക്ഷകൾ എത്രയും വേഗം തന്നെ പൂർത്തിയാക്കി വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരീക്ഷാ തീയതികളും മറ്റു നിർദ്ദേശങ്ങളും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കമ്മീഷന്റെ അനുമതി അനിവാര്യമായിരുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിൽ നിർത്തിവെച്ച SSLC പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്നൊരു ഉന്നതതല യോഗത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സിജു.